ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
തുറക്കും, മുന്നിൽ പാത തെളിക്കും. ലോക വഴിയെല്ലാം അടങ്ങിടുമ്പോൾ തന്റെ കരബലത്തിൽ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിടുവേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീക പുത്രനായ തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ തീമോത്തിയോസിനെ ഉപദേശിക്കുകയാണ്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. തൻ്റെ ആത്മീക മകനെ, പുത്രനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ഭക്തിയുടെ വേഷം പലതിനും കാണിക്കാം, പലർക്കും കാണിക്കാം. എന്നാൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന കാര്യം, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ്. ഓരോ പാപിയെയും തേടി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ പാപിയെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു അവൻ പാപിയുടെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ്റെ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ അവനെ അനുഗമിക്കും, അവൻ തന്നെ ചെയ്യും. അങ്ങനെ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് ആരാണ്? ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉപദ്രവിക്കുന്നത് ആരാണ്? ആ ഉപദ്രവിക്കുന്ന മനുഷ്യർ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്, എന്നെ ഭരിക്കുന്ന ശക്തി ഏതാണ്, എന്നെ നടത്തുന്ന ശക്തി ഏതാണ്? തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ മനസ്സാന്തരപ്പെടുമായിരുന്നു. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ ആരെല്ലാം തീരുമാനിക്കുന്നോ ഉപദ്രവം ഉണ്ടാകും, ഉറപ്പ്. ആ ഉറപ്പ് നമുക്ക് വേണം. നമുക്ക് വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച ആദ്യകാല വിശുദ്ധന്മാർ, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസികളുടെ പട്ടികയാണ്. ജയജീവിതം നയിച്ച്, വിശ്വാസ ജീവിതം നയിച്ച് ജയിച്ചവരായ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, വേറെ ചിലർ എന്ത് ചെയ്തു? വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. ഓർത്തോണേ, മറക്കരുത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ? ക്രിസ്തുവിനെ അനുഗമിച്ചു, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഇത്രയേ ഉള്ളൂ. ഏത് തലമുറയിലും അത്രയേ ഉള്ളൂ. ഈ പരിഷ്കൃത ലോകത്താണെങ്കിലും 1-ാം നൂറ്റാണ്ടിലാണെങ്കിലും പഴയ നിയമകാലത്താണെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം ജീവിക്കാൻ എന്നോ അവരെയെല്ലാം ഉപദ്രവിച്ചു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വെറുപ്പുകളിലും അവർ ഉഴന്നു വലഞ്ഞു. മറക്കരുത്, ദൈവമക്കൾക്ക് ഈ ലോകം യോഗ്യമല്ല. ഈ ലോകത്തിൻ്റെ ചങ്ങാത്തം, ഈ ലോകത്തിലെ സ്നേഹബന്ധം അത് ദൈവമക്കൾക്ക് പറഞ്ഞിരിക്കുന്നതല്ല. തീരുമാനമുണ്ടോ? കർത്താവിനെല്ലാവരും പോകാൻ ആഗ്രഹമുണ്ടോ? ശാന്തമായി ചിന്തിക്കണേ ദൈവമക്കളെ. അവരെന്ത് ചെയ്തു? അവർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്നോ ഇന്നത്തെ തലമുറയിലുള്ള ക്രിസ്ത്യാനി, നിനക്ക് ലോകം യോഗ്യമല്ലേ? നാം ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോ, നാം ക്രിസ്ത്യാനികളോ, നാം ദൈവനാമം മഹത്വപ്പെടുത്തുന്നവരോ, നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ചിന്തയും
ദൈവം സന്തോഷിക്കുന്നതോ ഭക്തിയുടെ വേഷം കെട്ടി ഭക്തനാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ആത്മീയ മനുഷ്യ. നിന്റെ ഹൃദയം കണ്ട് ദൈവം സന്തോഷിക്കുമോ? അന്യന്റെ കുറ്റം പറയുന്നവന് നിന്നെ നോക്കി ദൈവം സന്തോഷിക്കുമോ? പാപിയെ തേടി വന്ന കർത്താവായ യേശുക്രിസ്തു പാപത്തെ വെറുക്കുന്ന പാപിയെ സ്നേഹിക്കുന്നു. നീ എന്ന് പാപിയെ സ്നേഹിക്കാൻ തുടങ്ങും? എന്ന് നീ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായി മാറും? അന്നേ ദൈവം നിന്നെ പ്രസാരിക്കൂ. അന്നേ ദൈവത്തിൻ്റെ ദൃഷ്ടിൻ്റെ മേൽ വരൂ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു വലഞ്ഞു. പുറത്ത് കണ്ടാൽ കൊല്ലും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കുരിശൻ തൊട്ടികളുടെ ഭിത്തിയിൽ മീനിൻ്റെ പടം, മീനിൻ്റെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? 1-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യാനി എതിലെങ്കിലും പോയിന്ന് കണ്ടാൽ വാളുമായി പുറകെ ചെല്ലും. അവനാരോടും മിണ്ടാൻ വയ്യ, അവന് ജോലിയില്ല, അവന് സമൂഹത്തിൽ സ്ഥാനമില്ല, അവൻ ഒറ്റപ്പെട്ടവനാണ്. അവന് യാത്ര ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വിശ്വാസികൾ രഹസ്യമായി ഏതെങ്കിലും ഗുഹയിലോ രഹസ്യസ്ഥലത്തോ കൂടണമെങ്കിൽ അവനവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ കൊല്ലും. ഞാൻ ഇന്നടത്തോട്ടാണ് പോയതെന്ന് കാണിക്കാൻ അവർ അവിടെ പാറയിൽ പടം വരച്ചു വെക്കും, ഒരു മീനിൻ്റെ പടം. എൻ്റെ തല എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാൻ പോയതെന്നാ സിമ്പൽ. മിണ്ടാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല, ഈ സിമ്പൽ നോക്കി പോവും. ഞാനോട് നല്ല അർത്ഥമുള്ളതാണല്ലോ അത്. മീൻ വെള്ളത്തിൽ കിടന്നാലേ ജീവിക്കൂ, കരക്കെടുത്തിട്ടാ മരിക്കും. ക്രിസ്ത്യാനി അവന് ക്രിസ്തുവിൽ ജീവിക്കണം, അവൻ ക്രിസ്തുവിൽ നടക്കണം, ക്രിസ്തുവിൽ ചരിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ദൈവിക സംസർഗം അവൻ കേൾക്കണം. അതൊന്ന് മാറിയാൽ അവൻ മരിച്ചു. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ആത്മാവ് മരിച്ചാൽ പാപത്തിന് ശമ്പളമായ മരണം. റോമർ 6:23. അതേ ഭയപ്പെടേണ്ട മരണം. ഈ ലോകത്തിലെ മരണമൊന്നും അല്ല. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ കണ്ണാടിയിൽ കണവൊഴിയായി ഇപ്പോൾ കാണുന്നു. എൻ്റെ ശരീരം വിട്ടാൽ ഞാൻ മുഖാമുഖം എൻ്റെ കർത്താവിനെ കാണും. എനിക്കതാണ് സന്തോഷം. ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിലെ മരണം. എന്നാൽ ക്രിസ്ത്യാനി ഭയപ്പെടേണ്ട മരണം, വിശ്വാസി ഭയപ്പെടുന്ന മരണം, പാപത്തിന് ശമ്പളമായ മരണം. അതിനെ തൊടരുത്, അതിനെ തൊടാൻ ഇടവരരുത്. അവൻ ഭയപ്പെട്ടിരുന്നു. പാപം വരാതിരിപ്പാൻ അവരെന്ത് ചെയ്തു? അവർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. സഹോദര, ആ വിശുദ്ധന്മാരിരിക്കുന്ന സ്വർഗത്തിലാണ് നിനക്കും പോകേണ്ടത്. വേറെ സ്വർഗമില്ല, ഗ്രേഡ് കുറഞ്ഞ വേറൊരു സ്വർഗമില്ല. ദൈവം ഒരു സ്വർഗമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗം. അവിടെ ഈ തലമുറയിൽ ഞാനെങ്ങനെ ജീവിക്കണം? എന്താണ് ദൈവം പറഞ്ഞത്? തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് പുറപ്പാട് പുസ്തകത്തിൽ നിത്യനായ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. അതേ ഗ്രേഡ് മനസ്സുണ്ടോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യനായി 33 വർഷം ജീവിച്ച് തൻ്റെ ശുശ്രൂഷ തേക്കാറായപ്പോൾ പരസ്യമായി കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. എനിക്ക് എന്തെങ്കിലും ഒരു പാപമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, ബോധം വരുത്താ, വെല്ലുവിളിച്ചു. അതുപോലെ ജീവിക്കേണ്ടവരാണ് ക്രിസ്ത്യാനി, വിശ്വാസി. സഹോദര, നമുക്ക് താഴ്ത്തം വല്ലതും ഉണ്ടോ? നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നീ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? നഗ്നനായി വന്ന മനുഷ്യ, നീ നഗ്നനായി പോവും. നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ദൈവം തന്ന ദാനം, അതിൻ്റെ കൃപ, അത് മനസ്സിലാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാനുണ്ടാക്കി, എൻ്റേത്, ഇതൊക്കെ എൻ്റേത്. ഒന്നുമില്ല സഹോദര, നിനക്കൊന്നുമില്ല. ദൈവം തന്നതാ, അത് ദാനമാണത്, കൃപയാണ്. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തരുന്ന ദാനങ്ങളാണ്. അഹങ്കരിക്കാനൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് താഴാം, ദിവസത്തിൽ നമുക്ക് താഴാം. അവർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. സഹോദര, ഇന്ന് ലോകം നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ?
നീ ലോകത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ? ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ നീ എത്തുമോ? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. സഹോദര, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ സ്വർഗത്തിൽ നീ പോയില്ലെങ്കിൽ ഏക ഉത്തരവാദി നീ മാത്രം, വേറെ ആരുമല്ല. ഒരുങ്ങിയോ? ഇത്രയും പ്രായമായില്ലേ? ഒരുങ്ങിയോ? ജീവിതം അതിനുവേണ്ടി വേർതിരിച്ചോ? ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ, ലോകാരംഭം മുതൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ. ആ വാക്യം കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ആരുടെയും നന്മ കൊണ്ടൊന്നും അല്ലെന്ന്. എന്ത് നന്മ മനുഷ്യർക്ക്, എന്ത് നന്മ, ഏത് നന്മ? ദൈവം തരുന്നല്ല നന്മയൊന്നുമില്ല പ്രിയനെ. അഹങ്കരിക്കാനൊന്നുമില്ല. നിനക്കാരെങ്കിലും വിരിക്കാൻ അവകാശമുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞ്? വിധിക്കപ്പെടാതിരിക്കണം, നീ വിധിക്കരുത്. നീ വിധിക്കുന്ന വിരിയാൽ നിന്നെയും വിരിക്കും. നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്ന് കിട്ടും. വിധിക്കേണ്ടത് ഒരുവൻ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു. നീ ആരുടെയും കുറ്റം കാണാൻ നടക്കല്ലേ. നീ ആരുടെയും കുറ്റം പറഞ്ഞ് നടക്കല്ലേ. അത് കാണേണ്ടതും വിരിക്കേണ്ടതും ദൈവം ഒരുവൻ മാത്രം. ആ സ്ഥാനത്ത് നീ കയറി നിൽക്കല്ലേ. വിശുദ്ധ സ്ഥലത്ത് നമ്മൾ അയച്ചു നിൽക്കുമ്പോൾ വായനക്കാരൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ത്യമെടുത്തു. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ, ദൈവം പറയേണ്ട കാര്യങ്ങൾ, ഇന്നൊരിച്ച് നാളെ വാടുന്ന പുഴുവിനെ പോലെ, നിസ്സാരനായ പൂവിനെ പോലെയുള്ള മനുഷ്യനെ വിധിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, വിശുദ്ധ സ്ഥലത്ത് നമ്മൾ അയച്ചു നിൽക്കുന്നു. അത് കാണുന്നവൻ, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ത്യമെടുത്തു. അന്ത്യകാല ലക്ഷണം നമുക്ക് നിർത്താം. അന്നെ കുറ്റം പറയുന്നത് നിർത്താം. അന്നെ വിധിക്കുന്ന സ്വഭാവം നമുക്ക് നിർത്താം. ദൈവം ഇതിലേ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവം ദാനമായി തന്നത് അവനെടുക്കുമ്പോൾ തീർന്നു. അവൻ തന്നതാണെങ്കിൽ അവനെടുക്കാം. അവനെടുത്താൽ തീർന്നു. എൻ്റെ ഗ്യാസ് പോയി. ഇപ്പം ബലൂൺ വീർത്തൊക്കെ ആയിരിക്കുന്നത്, ഒരു പൊട്ടു സൂചി കൊണ്ടാൽ മതി, പോയി, കാറ്റ് പോവും. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. താഴാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ലോകമർക്ക് യോഗ്യമായിരുന്നില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്മർണ സഭയ്ക്കുള്ള ദൂതനകത്ത് നിത്യനായ ദൈവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. തടവിൽ കിടക്കേണ്ടി വന്നാലും, എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചാലും നീ വിശ്വസ്തനായിരിക്കുക. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മറക്കല്ലേ. വാർക്കൽ കൊണ്ട് കുടമുടയ്ക്കല്ലേ. എത്രത്തോളമൊക്കെ നിന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ സ്വഭാവം മാറല്ലേ. നീ വിശ്വാസം ത്യജിക്കല്ലേ. നിങ്ങൾ ചിലരെ പിശാച് പരീക്ഷിക്കാൻ പോകുന്നു. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. പിശാച് പരീക്ഷിക്കും. നിങ്ങൾ ചിലരെ തടവിലാക്കും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. സാരമില്ല, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് പ്രതിഫലം തരുവാൻ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും കാണാതിരിക്കുന്നില്ല പ്രിയപ്പെട്ടവർ. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവത്തിലെ ഇപ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു പുതിയ തീരുമാനമെടുക്കാം. മരണപര്യന്തം ഈ നിമിഷം മുതൽ ഞാൻ വിശ്വസ്തനായിരിക്കും. ഇനി ഞാൻ ലോകത്തെ നമ്പുകയില്ല. ഇനി ഈ ലോകത്തെ സ്നേഹിക്കുകയില്ല. ഈ ലോകം തരുന്ന പദവി എനിക്ക് വേണ്ട. നാഥന് മുൾമുടി കൊടുത്ത ലോകം എനിക്ക് തരാൻ പോകുന്നത് അതാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവമക്കളെ, ആർക്കാണ് ജീവകിരീടം കിട്ടുന്നത്? ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ആ സ്വർഗം ആർക്ക് കിട്ടും? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവർക്ക്. നിങ്ങൾക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാരുടെ ആദ്യത്തെ മകനായ കയീൻ, രണ്ടാമത് ജനിച്ചത് ഹാബേൽ, 2 മക്കൾ. ആദ്യ മാതാപിതാക്കന്മാർക്ക് ആദ്യമുണ്ടായതായ 2 മക്കൾ കയീനും ഹാബേലും. ഹാബേൽ എങ്ങനെയുള്ളവനായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഹാബേലിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു.
ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അവൻ എന്താണ് വായിച്ചത്? വിശ്വാസിയായ ഹാബേൽ. ആദ്യത്തെ രണ്ട് മക്കള്, മൂത്തവൻ കയീൻ, രണ്ടാമൻ ഹാബേൽ. കയീൻ അവിശ്വാസി, ഹാബേൽ വിശ്വാസി. ദൈവം മനസ്സറിഞ്ഞതിൻ്റെ ആദ്യ സൃഷ്ടികളായ ആദാമിന് ഹവ്വയ്ക്കും കൊടുത്തതായ മകനാണ് ഹാബേൽ. വിശ്വാസിയായ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവന് നീതിമാനെന്ന് സാക്ഷ്യം കൽപ്പിച്ചു. മറക്കല്ലേ, എന്താ അവൻ ചെയ്ത്? വിശ്വാസിയായ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗമർപ്പിച്ചു. കൊടുത്ത വസ്തുവിലുള്ള കേമമല്ല. നാം പാടാറില്ലേ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെയാണ് ഞാൻ യാഗമായി അർപ്പിക്കേണ്ടത്, വേറൊന്നുമല്ല. ആടിനെയും കാളയെയും ഒന്നുമല്ല. അതിനൊന്നും പ്രസാദിക്കുന്നത് ദൈവമല്ല. എന്നെ തന്നെ യാഗമായി സമർപ്പിക്കണം. സമർപ്പിച്ചോ? അതെങ്ങനെയുള്ള യാഗമായിരിക്കണം? വിശ്വാസത്തോടുള്ള യാഗം. വിശ്വാസിയായ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗമർപ്പിച്ചു. മറക്കല്ല്, ദൈവത്തിനെ പ്രസാദിക്കുമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ ഭൂമിയിൽ മുട്ടുമുടക്കിക്കൊണ്ട് കൈമലർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമെതിരെ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം നീതിമാനെന്ന സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചു, മനുഷ്യരുമല്ല. മറക്കരുത്. അവനെ നീതിമാനെന്ന് ദൈവം കൽപ്പിച്ചു, ദൈവം സാക്ഷിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ മരിച്ചു, ഈ ലോകപ്രകാരം മരിച്ചു. അവൻ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീതിമാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹാബേലിന്റെ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മറക്കല്ലേ. ഈ തലമുറയിൽ നീതിമാനായി വിശ്വസ്തനായി നിന്നാൽ നിന്നെ കൊന്നാലും നീ പേടിക്കേണ്ട. ആ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കും, ആ രക്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ ചൊരിയുന്ന രക്തം, ഒരു വിശുദ്ധന്റെ രക്തം, സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ മരിക്കുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞ എൻ്റെ അർത്ഥം അതാണ്. എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് കയ്യിന് ബോധ്യം വന്നു. കയ്യൻ എന്ത് ചെയ്തു? സ്നേഹഭാവേന ഹാബേലിനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് കൊണ്ടുപോയി അവനെ കയർത്തു കൊന്നു. ഹാബേൽ എന്ത് തെറ്റായത്? സ്വന്തം സഹോദരനല്ലേ? ഒരമ്മ പ്രസവിച്ച ഒരൊറ്റ അപ്പൻ്റെ മക്കളല്ലേ രണ്ടുപേരും? ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അത് തിരിച്ചറിഞ്ഞ കയീൻ ഹാബേലിനെ സ്നേഹഭാവത്തിൽ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി അവനെ കയർത്ത് കൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ആരും കണ്ടില്ല. കയീന് ധാരണ ഏതാണ്? ആരാണ് ഹാബേലിനെ കൊന്നത്? നീതിമാനായ ഹാബേലിനെ കൊന്നത് ആരാണ്? ഞാൻ പറയും, ദുഷ്ടനായ പൈശാചികൻ കയീനിലൂടെ പ്രവർത്തിച്ചു. സഹോദര, ആ ദുഷ്ടൻ നീ ഇടം കൊടുക്കരുത്. നീ ഒരിക്കലും ഇടം കൊടുക്കരുത്. നിന്റെ കൈ ഒരുവന്റെ നേരെ നീട്ടരുത്. നീ അഭിനയിക്കരുത്. നിന്റെ സകല ഭാവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമില്ലേ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കയീനോട് നിത്യനായ ദൈവം ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. സംസർഗമല്ല, പാവബോധം കൊടുക്കുവാൻ ദൈവം അധ്വാനിക്കുകയാണ്. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആരെയും കണ്ടില്ലെന്നല്ലേ നിന്റെ ധാരണ? നീ ചൊരിഞ്ഞ വിശ്വാസിയായ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഞാൻ ദൈവമാണ്, അവൻ എന്നോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ മറക്കരുത് കേട്ടോ. നിരപരാധിയായ ഒരു വ്യക്തിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് നീ പറഞ്ഞാൽ നിരപരാധിയുടെ രക്തം
സ്വർഗത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം വെറുതെ ഇരിക്കുന്നവനല്ല, ഓൾറെഡി റെക്കോർഡഡ്, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആരും കണ്ടില്ല, ആരും കേട്ടില്ല. വ്യർത്ഥ മനുഷ്യ, ദൈവത്തെ അറിയാത്ത മനുഷ്യ, ദൈവത്തെ കാണാത്ത മനുഷ്യ, ദൈവം ആരും തിരിച്ചറിയാത്ത മനുഷ്യ, നീ വിശ്വാസിയോ, നീ ക്രിസ്ത്യാനിയോ? ശാന്തമായി ചിന്തിക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്കിനോട് ചേർത്ത് വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. എന്താണ് വിശുദ്ധന്മാരുടെ രക്തം ഭൂമിയിൽ നിലവിളിക്കുന്നത്? എന്താണ്? ഹാബേൽ രക്തം മുതൽ വിശുദ്ധന്മാരുടെ ഈ ഭൂമിയിൽ ചൊരിഞ്ഞ രക്തം നിലവിളിക്കുന്നത് എന്താണ്? വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിക്കുന്നു. മറക്കരുത്, നീ പറഞ്ഞ ഓരോ വാക്കുകളും, നിന്റെ ഓരോ ചിന്തകളും മനോഭാവങ്ങളും ആസൂത്രണങ്ങളും, നിന്റെ നടപ്പും ഇരിപ്പും കിടപ്പുമെല്ലാം ശോധന ചെയ്യുന്നവനായ ദൈവം നിരവരാതി നിലവിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മറക്കരുത്. എന്താണ് ദൈവത്തിന്റെ മറുപടി? അടുത്ത വാക്യം, 11-ാം വാക്യം. അപ്പോൾ അവർ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. സ്തോത്രം. എന്താണ് ദൈവം അവർക്ക് മറുപടി കൊടുത്തത്? നിലവിളിക്കുന്ന രക്തത്തോട് ദൈവം മറുപടി പറഞ്ഞത് എന്താണ്? അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായിരിക്കുക എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. സ്തോത്രം. നിങ്ങളെപ്പോലെ തന്നെ കൊല്ലപ്പെടാൻ ഇനിയും ഉണ്ട് കുറേ വിശുദ്ധന്മാർ, ഇനിയും കുറേ ഭക്തന്മാരുണ്ട്. അവരും കൂടെ വരുവോളം നിങ്ങൾ സ്വസ്ഥമായിരിക്കുക, നിങ്ങൾ ശാന്തരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, മറക്കരുത് ദൈവത്തിൻ്റെ സ്നേഹം, നിങ്ങൾ മറക്കരുത്. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തം. ഹാബേലിന്റെ രക്തം തൻ്റെ രക്തം ചിന്തിയവരോട് പ്രതികാരം ചെയ്യണമെന്ന് നിലവിളിക്കുമ്പോൾ, ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. ആ രക്തം എന്താണ് പറയുന്നത്? ആ യേശു എന്താണ് പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 34-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതാണ്: തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ കരണത്തടിക്കുന്നവർക്ക് വേണ്ടി, ചാട്ടവാറിനെ അടിച്ച് തൻ്റെ പുറം ഒഴിവുചാല് പോലെ കീറുന്നവർക്ക് വേണ്ടി, തൻ്റെ കവിളിൽ കാറക്കി ചുവപ്പുന്നവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് അവർക്ക് ക്ഷമിച്ച് കൊടുത്തിട്ടാണ്. സഹോദര, കർത്താവിന് കരുണയുടെ കരം നിന്റെ നേരെ നീളണമെങ്കിൽ നീ ശത്രുക്കളെ സ്നേഹിക്കുന്നവനായോ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വചനമനുസരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നു. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പാപങ്ങൾ ക്ഷമിച്ച് കൊടുത്തിട്ട് കർത്താവായ യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഒരു സമയം ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. തൃക്കര് ഞങ്ങളുടെ മേലെ വയ്ക്കണമേ. തിരുത്തത്താ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശത്രുവിന് സ്വരെ അവകാശത്തെ ഞങ്ങൾ നീക്കണമേ, ഞങ്ങളെ നിന്നെ സ്വന്തമാക്കി തീർക്കണമേ. ആളാം പ്രതിയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.